എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർഷക ദിന ക്യൂസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടാതെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ വീഡിയോയുടെ അവസാനം കൂട്ടുകാർക്ക് വേണ്ടി ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ഉത്തരം അറിയുന്നവർ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ വീഡിയോയിലേക്ക് പോകാം. കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? ചോദ്യം ഇതാണ്: കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. ചിങ്ങം 1. ചോദ്യം ഇതാണ്: ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. ദേശീയ കർഷക ദിനം ഡിസംബർ 23. ചോദ്യം: ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ചൗധരി ചരൺ സിംഗ്, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി. ചോദ്യം: ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഉത്തരം MS സ്വാമിനാഥൻ. ഉത്തരം ഇതാണ് MS സ്വാമിനാഥൻ. ചോദ്യം: കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള? ചോദ്യം ഇതാണ്: കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള? ഉത്തരം നെല്ല്. ഉത്തരം നെല്ല്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ്? ബഹുമതിയുടെ പേര് കർഷകോത്തമ പുരസ്കാരം. ചോദ്യം: കേന്ദ്ര ഗവൺമെൻറ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരം? കേന്ദ്ര ഗവൺമെൻറ് മികച്ച കർഷകന് നൽകുന്ന പുരസ്കാരത്തിൻ്റെ പേര്? ഉത്തരം കിസാൻ പണ്ഡിറ്റ്. അടുത്ത ചോദ്യം: മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്? മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിയിൽ പറയുന്ന പേര്? ഉത്തരം അക്വാപോണിക്സ്. അടുത്ത ചോദ്യം: ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം? ഏറ്റവും മികച്ച പച്ചക്കറി കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ഹരിതമിത്ര. ഹരിതമിത്ര. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എനിക്ക് ഒരേ ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചറാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കൃഷിയുടെ ഋഷി, കൃഷി ആചാര്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി? കൃഷിയുടെ ഋഷി, കൃഷി ആചാര്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തി മസനോബു ഫുക്കുവോക്ക. അടുത്ത ചോദ്യം: സമയം അറിയുന്ന പക്ഷി? ചോദ്യം ഇതാണ്: സമയം അറിയുന്ന പക്ഷി ഏതാണ്? ഉത്തരം കാക്ക. ഉത്തരം കാക്ക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എപ്പിക്കൾച്ചർ എന്താണ്? എപ്പിക്കൾച്ചർ എന്താണ്? ഉത്തരം തേനീച്ച വളർത്തൽ. തേനീച്ച വളർത്തൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള കൃഷി രീതി ഏതാണ്? ഉത്തരം പെർമാകൾച്ചർ. പെർമാകൾച്ചർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ലോക മണ്ണു ദിനം എന്നാണ്? ലോക മണ്ണ് ദിനം എന്നാണ് ചോദ്യം. ഉത്തരം ഡിസംബർ 5. ഡിസംബർ 5. ചോദ്യം: നെല്ലിൻ്റെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? നെല്ലിൻ്റെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ ബി. ഉത്തരം വിറ്റാമിൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കർഷകൻ്റെ മിത്രം എന്ന് അറിയപ്പെടുന്ന പക്ഷി? കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? ഉത്തരം മൂങ്ങ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കർഷകൻ്റെ മിത്രം അറിയപ്പെടുന്ന പാമ്പ്? കർഷകൻ്റെ മിത്രം എന്ന് അറിയപ്പെടുന്ന പാമ്പ് ഏതാണ്? ഉത്തരം ചേര. ഉത്തരം ചേര. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കർഷകൻ്റെ മിത്രം എന്ന് അറിയപ്പെടുന്ന ജീവി? കർഷകൻ്റെ മിത്രം എന്ന് അറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം മണ്ണിര.
ഉത്തരം മണ്ണിര. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കർഷകരുടെ കലപ്പ എന്ന് അറിയപ്പെടുന്ന ജീവി. കർഷകരുടെ കലപ്പ എന്ന് അറിയപ്പെടുന്ന ജീവി ഏതാണ്? ഉത്തരം മണ്ണിര. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിലെ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ഒറൈസ സറ്റൈവ. ഇതോടുകൂടി ഈ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. അടുത്തതായി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ചോദ്യത്തിലേക്ക് പോകാം. ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചോദ്യം ഇതാണ്: കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യാഹാരം. ചോദ്യം ഇതാണ്: കേരളത്തിലെ ജനങ്ങളുടെ മുഖ്യാഹാരം ഏതാണ്? ഉത്തരമറിയുന്നവർ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.